നമസ്കാരം. ജീവനക്കാരുടെ സമരം കാരണം എയർ ഇന്ത്യക്കുണ്ടായ നഷ്ടം ചെറുതൊന്നുമല്ല. 245ഓളം സർവീസുകൾ നിർത്തലാക്കിയപ്പോൾ കമ്പനിക്കുണ്ടായ നഷ്ടം 30 കോടിയാണ്. എന്നാൽ നഷ്ടത്തെക്കുറിച്ച് എയർ ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. വ്യാഴാഴ്ച 85 വിമാന സർവീസുകളായിരുന്നു എയർ ഇന്ത്യക്ക് റദ്ദാക്കേണ്ടി വന്നത്. വ്യാഴാഴ്ച വൈകിട്ട് ചീഫ് ലേബർ കമ്മീഷണറുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലായിരുന്നു സമരം ഒത്തുതീർപ്പായത്. അലവൻസും മറ്റു പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി മിന്നൽ സമരത്തിലേക്ക് കടന്ന ജീവനക്കാർ കൂട്ടത്തോടെ സിക്ക് ലീവ് എടുക്കുകയായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 75 സർവീസുകൾ ഇന്നലെ മുടങ്ങിയിരുന്നു. ഇന്നും 50 സർവീസുകൾ വരെ മുടങ്ങിയേക്കാമെന്നാണ് സൂചന. നാളെയോടെ ഏകദേശം പൂർവ്വസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് കമ്പനി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ നാളത്തെ ചില സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ടെന്ന് യാത്രക്കാർ സമൂഹമാധ്യമങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് ചീഫ് ലേബർ കമ്മീഷണറുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പായത്. മിന്നൽ പണിമുടക്കിന്റെ പേരിൽ പിരിച്ചുവിട്ട 25 പേരെ തിരിച്ചെടുക്കുകയും ചെയ്തു. 3 ദിവസത്തിനിടെ 245 സർവീസുകളാണ് ആകെ മുടങ്ങിയത്. അസക അവധി എടുത്തത് ആസൂത്രിതമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ക്യാബിൻ ക്രൂ അംഗങ്ങളെ കമ്പനി പിരിച്ചുവിട്ടത്. ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തത് നിയമലംഘനമാണ്. കമ്പനിക്ക് വലിയ നഷ്ടമുണ്ടായി. അവധിയെടുത്തതിന് കൃത്യമായ കാരണങ്ങൾ ബോധിപ്പിച്ചിട്ടില്ലെന്നും സൂചിപ്പിച്ചിരുന്നു. ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യയുടെ ഉപസ്ഥാപനമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തതിന് പിന്നാലെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള വേതനം ലഭിക്കുന്നില്ലെന്ന പരാതി ഉന്നയിച്ചാണ് ജീവനക്കാർ പ്രതിഷേധിച്ചത്. എയർ ഇന്ത്യ എക്സ്പ്രസിനെ എയർ ഏഷ്യയുമായും ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റ് വിമാന കമ്പനികളുമായി ബന്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലും ഇവർക്ക് എതിർപ്പുണ്ട്. മുതിർന്ന തസ്തികയിലേക്കുള്ള അഭിമുഖം കഴിഞ്ഞവർക്കും താഴ്ന്ന തസ്തികകളിൽ തന്നെ ജോലിയിൽ തുടരാൻ ആവശ്യപ്പെട്ടതും ജീവനക്കാരെ പ്രകോപിപ്പിച്ചു. ജോലി സമയം, അലവൻസ് എന്നിവ സംബന്ധിച്ചും തർക്കം നിലനിൽക്കുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 200-ലധികം ക്യാബിൻ ജീവനക്കാർ കൂട്ടവധിയെടുത്തത് ടാറ്റ ഗ്രൂപ്പിനെതിരെ പ്രതിഷേധിച്ചതോടെ ചൊവ്വാഴ്ച രാത്രി മുതൽ 100-ലധികം സർവീസുകൾ കമ്പനി മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയായിരുന്നു. 15,000-ഓളം യാത്രക്കാരെ ഇത് ബാധിച്ചുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുന്നറിയിപ്പില്ലാതെ സർവീസുകൾ റദ്ദാക്കിയതിൽ DGCA എയർ ഇന്ത്യ എക്സ്പ്രസിനോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. 25 ജീവനക്കാരെ പിരിച്ചുവിട്ട തീരുമാനം പിൻവലിക്കുമെന്നടക്കം മാനേജ്മെന്റ് ഉറപ്പ് നൽകിയതോടെയായിരുന്നു ജീവനക്കാർ സമരം പിൻവലിച്ചത്. കൂട്ടമായി മെഡിക്കൽ അവധിയെടുത്ത ജീവനക്കാർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായി ജോലിക്ക് കയറി തുടങ്ങിയതോടെ സർവീസുകളുടെ ക്രമീകരണങ്ങൾ തുടങ്ങിയെങ്കിലും സർവീസ് പഴയ രീതിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. 2 ദിവസത്തിനുള്ളിൽ സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തുമെന്നാണ് യാത്രക്കാരും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് 2000-ഓളം പ്രവാസി യാത്രക്കാരാണ് സംസ്ഥാനത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ വേനൽ അവധിക്ക് നാട്ടിൽ വന്നതിന് ശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകാനെത്തിയത്. പലരും വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് പണിമുടക്ക് വിവരം അറിയുന്നത്. ഇതോടെ വിസ കാലാവധി കഴിഞ്ഞവരും തൊഴിൽ നഷ്ടപ്പെടുമെന്ന സാഹചര്യമുള്ളവരും കടുത്ത പ്രതിസന്ധിയിലായിട്ടുണ്ട്. അതേസമയം നേരത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ് സമരം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു. സമരം മൂലം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന മലയാളികളാണ്. 2 ദിവസമായി 10,000-കണക്കിന് യാത്രക്കാർ വലഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തിയിട്ടില്ല. ഇതിൽ ഇടപെടേണ്ടിയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ അടിയന്തര സാഹചര്യങ്ങളെല്ലാം അവഗണിച്ച് വിദേശത്ത് ഉല്ലാസയാത്ര നടത്തുകയാണ്. സർക്കാർ സർവീസിലെ UD ക്ലർക്ക് അവധിയിൽ പോയാൽ പോലും പകരം ആർക്കെങ്കിലും ചുമതല കൊടുക്കണമെന്നതാണ് ചട്ടമെന്നിരിക്കെ 2 ആഴ്ചയിലേറെക്കാലം കേരളത്തെ അനാഥമാക്കി മുഖ്യമന്ത്രി നടത്തുന്ന കുടുംബ വിനോദയാത്ര ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തിയിരുന്നു. ജീവനക്കാരും മാനേജ്മെന്റും തമ്മിലുള്ള തൊഴിൽ പ്രശ്നങ്ങളാണ് പൊടുന്നനെ സമരത്തിലേക്ക് ജീവനക്കാരെ നയിച്ചത്. കഴിഞ്ഞ കുറേ ദിവസമായി ഈ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല. രാജ്യത്തെ മുഴുവൻ വിമാന സർവീസുകളും സ്വകാര്യ മേഖലയ്ക്ക് വിറ്റ് കാശാക്കി കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഒരു ദിവസമെങ്കിലും വിദേശത്ത് കുടുങ്ങുന്ന മലയാളികളടക്കമുള്ള യാത്രക്കാരുടെ ദുരിതം ഊഹിക്കാവുന്നതിനും അപ്പുറമാണ്. കഷ്ടിച്ച് വഴിച്ചെലവുമായി സഞ്ചരിക്കുന്നവരാണ് ഇവരിൽ മഹാഭൂരിഭാഗവും. 1-2 ദിവസങ്ങൾ പോലും എയർപോർട്ടുകളിൽ കുടുങ്ങുന്നത് ഇവർക്കുണ്ടാക്കുന്നത് വലിയ ദുരിതങ്ങളാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാരെ വിമാന കമ്പനികളുടെ ഇരകളായി എറിഞ്ഞുകൊടുക്കാൻ അനുവദിക്കരുതെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു.